നമസ്കാരം. അഷ്ടപതി കളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൈകുത്തി മറിയാനുള്ള എളുപ്പ വിദ്യകളാണ്. കൈകുത്തി മറിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാവൂ. കാരണം അപകട സാധ്യത കൂടിയ ഒരു ഭാഗമാണ് കൈകുത്തി മറിയൽ. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശീലിക്കേണ്ട ഒരു ഭാഗമാണ്. എന്നിരുന്നാലും മറ്റു വിദ്യകളും അതുപോലെ തന്നെ കായികപരമായി മറ്റ് പരിശീലനവും ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചില വ്യായാമ രീതികളും അതുപോലെ തന്നെ അതിൻ്റെ എളുപ്പ വഴികളുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. കുത്തിമറിയാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കിടക്കുക. അതായത് കാലുകൾ കുറച്ചകത്തി വെച്ചുകൊണ്ട് ഇരു കൈകളും നമ്മൾ തറയിൽ ഈ ഒരു രീതിയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ശരീരം പതുക്കെ പൊക്കിയെടുക്കുക. വീണ്ടും നമ്മൾ താഴ്ത്തി പഴയതുപോലെ ആക്കുക. വീണ്ടും അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ചെയ്താൽ പോരാ. നമ്മൾ ഒരുപാട് തവണ ചെയ്ത് നമ്മൾ ശരീരം എന്ന രീതിയിൽ നമ്മളൊരു വഴക്കത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അത് നമ്മൾ നിത്യം ചെയ്ത് ഈ ഒരു വഴക്കത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഭാഗം വളഞ്ഞു കുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് താണുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വളഞ്ഞ് കുത്തി ശീലിക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗുരുമുഖത്ത് നിന്ന് ശീലിക്കുന്നതാണ് നല്ലതെന്ന്. ഈ ഒരു രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് എടുക്കുക. പിന്നെ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇരു കൈകളും നിലത്ത് ഈ ഒരു രീതിയിൽ കുത്തി നിന്നുകൊണ്ട് കാലുകൾ ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ച് വീണ്ടും പഴയ ഭാഗത്തേക്കാക്കി വെക്കുക. സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം ഇതുപോലുള്ള ഒരു ഭിത്തി നമ്മൾ തിരഞ്ഞെടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സപ്പോർട്ട് ചെയ്ത ഭാഗം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കൈ കുത്തിക്കൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുക. വീണ്ടും അത് പഴയപടിയാക്കുക. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചവിട്ടിക്കൊണ്ട് പഴയപടി നമ്മൾ വന്ന് നിൽക്കുക. വീണ്ടും നമ്മളത് ആവർത്തിച്ച് ആ മനസ്സിൻ്റെ ഒരു ഭയം നമ്മൾ മാറ്റി എടുക്കണം. ഇതാണ് ചെയ്യേണ്ട ഒരു ഭാഗം. പിന്നീടാണ് നമ്മൾ കുത്തിമറിയൽ എന്നൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷമാണ് കുത്തിമറിയലിലേക്ക് നമ്മൾ കടക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിലൂടെ മാനസികമായി ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവും. പിന്നെയാണ് നമ്മൾ കുത്തിമറിയലിലേക്ക് കടക്കുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ കാല് തിരിച്ച് തറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടുപ്പിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം. പഴയപടി നമ്മൾ പൊക്കിക്കൊടുത്ത് നിൽപ്പിക്കുക. വീണ്ടും അത് ആവർത്തിക്കുക. നമ്മളിത് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് മാനസികമായി നമുക്കൊരു ധൈര്യം കൈവരും. പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് എടുക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ നിവർന്ന് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഗുരുനാഥൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. പരിശീലിക്കാൻ എളുപ്പവുമാണ്. ഒറ്റയ്ക്ക് പരിശീലിക്കുന്നതിലും നല്ലത് ഇതാണ്. അപ്പോൾ അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കുത്തിമറിയലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.